അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന ആ പദപ്രയോഗം അർത്ഥമാക്കുന്നത് മഹത്തായ ഒരു തത്വമാണ്. അത് മതപരമായ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ജനങ്ങളെ പഠിപ്പിക്കുവാൻ അർഹനായിട്ടുള്ളത് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാകുന്നു. അല്ലെങ്കിൽ അവൻ മാത്രമാണ്. അവൻ തെരഞ്ഞെടുക്കുന്ന ദൈവദൂതന്മാരിലൂടെയും ആ ദൈവദൂതന്മാർക്ക് അവൻ അവതരിപ്പിച്ചു കൊടുക്കുന്ന വേദഗ്രന്ഥങ്ങളിലൂടെയുമാണ് മാനവ സമൂഹം സ്വീകരിക്കേണ്ടുന്ന വിശ്വാസങ്ങൾ എന്താണ്, ആചാരങ്ങൾ എന്താണ് എന്ന് പഠിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അമ്പിയാക്കൾ എപ്രകാരമാണോ നമുക്ക് മതം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, വേദഗ്രന്ഥങ്ങൾ ഏതൊരു വിശ്വാസവും ആചാരവും അനുഷ്ഠാനവും സ്വീകരിക്കുവാനാണോ നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്, അതിൽ നിന്ന് ഒരു തരിമ്പ് പോലും വ്യതിയാനം സംഭവിക്കാതെ അതങ്ങനെ തന്നെ സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം. പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരു വസ്തുവിനെ ചൂണ്ടിക്കാണിച്ച് അതിപ്രകാരമല്ലായിരുന്നു സൃഷ്ടിക്കപ്പെടേണ്ടത് എന്ന് പറയുവാൻ നമുക്ക് സാധ്യമല്ലെങ്കിൽ, പ്രപഞ്ചത്തിന്റെ ഏതെങ്കിലും ഒരു സംവിധാനങ്ങളിൽ നമ്മുടെ അഭിപ്രായങ്ങൾക്കോ നമ്മുടെ തീരുമാനങ്ങൾക്കോ പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ലെങ്കിൽ, അതുപോലെ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞരുളിയിട്ടുള്ള ഇസ്ലാം എന്ന മതത്തിന്റെ വിശ്വാസത്തിലോ ആചാരത്തിലോ അനുഷ്ഠാനത്തിലോ അതങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറയുവാനുള്ള അവകാശം നമുക്കില്ല. കാരണം രണ്ടിന്റെയും സ്രഷ്ടാവ്, രണ്ടിന്റെയും ദാതാവ് അല്ലാഹു സുബ്ഹാനഹു വ തആലയാകുന്നു. സൂറത്തു ശൂറയിലെ ഈ വിഷയത്തിലെ ശ്രദ്ധേയമായ ഒരു വചനം നമുക്കിങ്ങനെ വായിക്കാം: വമഖ്തലഫ്തും ഫീഹി മിൻ ശൈഇൻ ഫഹുക്മുഹു ഇലല്ലാഹ് ദാലികുമുല്ലാഹു റബ്ബി അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. നിങ്ങൾ ഏതൊരു വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയിലാണോ അതിന്റെ ഹുക്മ്, അതിന്റെ വിധി ഇലല്ലാഹ് അല്ലാഹുവിലേക്കാകുന്നു. എന്തുകൊണ്ടെന്നാൽ ദാലികുമുല്ലാഹു റബ്ബി അവനാകുന്നു എൻ്റെ രക്ഷിതാവായ അല്ലാഹു, അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ് ഞാൻ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നു, അവനിലേക്ക് തന്നെ മടങ്ങിപ്പോകേണ്ടവനുമാകുന്നു. പിന്നെ പറയുന്നത് ഫാത്തിറുസ് സമാവാതി വൽ അർള് ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവാണ് അല്ലാഹു. മതം ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടേതാണ്. അതുകൊണ്ട് ആരാണോ ആകാശത്തെ സൃഷ്ടിച്ചത്, ആരാണോ ഭൂമിയെ സൃഷ്ടിച്ചത്, ആരാണോ മനുഷ്യനെ സൃഷ്ടിച്ചത്, ആരാണോ മനുഷ്യന് മതം നൽകിയത്, ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് മതപരമായ ഏത് വിഷയങ്ങളിലും തീരുമാനിക്കാൻ അധികാരമുള്ള ഹാക്കിം എന്നാണ് ഈ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു അവകാശം അല്ലാഹു അല്ലാത്ത ആർക്ക് കൽപ്പിച്ച് നൽകിയാലും അതവർക്കുള്ള ഇബാദത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദി ഇബ്നു ഹാത്തിം റളിയല്ലാഹു തആല അൻഹുവിന് പഠിപ്പിച്ചു കൊടുത്തത്. അതിന് തെളിവായിട്ടുള്ള ആയത്ത് സൂറത്തു തൗബയിലെ ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ് വൽ മസീഹ ഇബ്ന മറിയം അവരിലെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും അവർ അല്ലാഹുവിനു പുറമെ റബ്ബുകളാക്കി. അദി ഇബ്നു ഹാത്തിം റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഈസ ഇബ്നു മറിയമിനെ അവർ ആരാധിക്കുന്നുണ്ട്, പക്ഷേ പണ്ഡിതൻ പുരോഹിതന്മാർക്ക് നൽകുന്ന ഇബാദത്ത് എന്താണ്, അവരെ എപ്രകാരമാണ് റബ്ബാക്കി തീർക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, പ്രവാചകന്മാർ ഹലാലാക്കിയതിനെ ഹറാമാക്കാനുള്ള അധികാരം പണ്ഡിത പുരോഹിതന്മാർക്കുണ്ട് എന്നവർ മനസ്സിലാക്കി. പ്രവാചകന്മാർ ഹറാമാക്കിയതിനെ ഹലാലാക്കിയവർ, പ്രവാചകന്മാർ ഹലാലാക്കിയതിനെ അവർ ഹറാമുമാക്കി. അങ്ങനെ ഹറാമിനെ ഹലാലും ഹലാലിനെ ഹറാമുമാക്കാനുള്ള അധികാരം അല്ലാഹുവിന് പുറമെ ഞങ്ങളുടെ കൂട്ടത്തിലെ പണ്ഡിത പുരോഹിതന്മാർക്കുമുണ്ട് എന്ന വിശ്വാസം അത് ഫതിൽക ഇബാദതുഹും ഇയ്യാഹും അവർക്കുള്ള ഇബാദത്താണ്, അവർക്കുള്ള ആരാധനയാണ്
എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് സൂറത്തു ശൂറയിൽ അല്ലാഹു വീണ്ടും ചോദിക്കുന്നത്, അം ലഹും ശുറകാഉ ശറഉ ലഹും മിനദ്ദീൻ മാ ലം യഅദൻ ബിഹില്ലാഹ്. അല്ലാഹുവിന്റെ പെർമിഷൻ ഇല്ലാത്ത കാര്യങ്ങൾ മതപരമായി നിശ്ചയിച്ചു തരുന്ന പങ്കുകാർ, ശരീക്കുകൾ അവർക്കുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാനുള്ള കാരണം, മതപരമായ വിഷയത്തിൽ തീരുമാനിക്കാനുള്ള അധികാരം അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്. ജനങ്ങൾക്ക് ആ വിഷയത്തിൽ യാതൊരു നിലക്കും അധികാരമില്ല. എന്തിനേറെ പറയണം, പ്രവാചകന്മാരായ ആളുകൾക്ക് പോലും അള്ളാഹുവിന്റെ ദീനിൽ സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കുവാൻ സാധ്യമല്ല എന്നാണ് സ്വഹീഹായ ഹദീസുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അന്ന റജുലൻ ഖാല, ഒരു വ്യക്തി അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അയ്യുൽ ബുൽദാനി അഹബ്ബു ഇലല്ലാഹ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യം, സ്ഥലം, മക്കാൻ അതേതാണ്? അതുപോലെ തന്നെ അയ്യുൽ ബുൽദാനി അബ്ഗളു ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള, വെറുപ്പുള്ള സ്ഥലം ഏതാണ് എന്നും ചോദിക്കപ്പെട്ടു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ മറുപടി, ലാ അദ്രി ഹത്താ അസ്അല ജിബ്രീൽ. ജിബ്രീലിനോട് ചോദിക്കാതെ എനിക്ക് ആ വിഷയത്തിൽ മറുപടി പറയാൻ സാധ്യമല്ല. ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ്, ശരിയാണ്, ഞാൻ നബിയാണ്, ശരിയാണ്. പക്ഷേ വഹീന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഈ ഒരു വിഷയം പറയാൻ എനിക്ക് സാധ്യമല്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞത്. കാരണം മതപരമായ വിഷയങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരം അള്ളാഹുവിന് മാത്രമാണ്. അത് പ്രവാചകനുണ്ട് എന്ന് കരുതപ്പെട്ടാൽ, അത് മറ്റുള്ള ആളുകൾക്ക് ഉണ്ട് എന്ന് കരുതപ്പെട്ടാൽ, അത് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിന് തുല്യമാണ് എന്നാണ് സൂറത്തു തൗബയിലെ ആയത്തും അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഹദീസുകളും നമ്മളെ പഠിപ്പിക്കുന്നത്. മഹാനായ അതാ റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു ഒരു വിഷയത്തെ സംബന്ധിച്ച്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലാ അദ്രി, എനിക്കറിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഖാല ഖീല ലഹു, അപ്പോൾ അദ്ദേഹത്തോട് പറയപ്പെട്ടു, അലാ തഖൂലു ഫീഹാ ബിറഅയിക്, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു അഭിപ്രായം പറഞ്ഞുകൂടെ ഈ വിഷയത്തിൽ? നിങ്ങൾക്ക് ആ വിഷയത്തിലുള്ള നസ്സ് അറിയില്ലെങ്കിലും, ആ വിഷയത്തിലെ ഹദീസ് നിങ്ങൾക്കറിയില്ലെങ്കിലും, ഈ വിഷയത്തിൽ നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടാകുമല്ലോ, ആ അഭിപ്രായം നിങ്ങൾക്ക് പറയാമല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ വളരെ ശ്രദ്ധേയമായ മറുപടി, ഇന്നി അസ്തഹ്യി മിനല്ലാഹി അസ്സ വജൽ അൻ യുദാന ഫിൽ അർളി ബിറഅയി. ഞാൻ അല്ലാഹുവിൽ നിന്ന് ലജ്ജിക്കുന്നു എന്റെ ഒരു അഭിപ്രായം മതമായി ജനങ്ങൾ കൊണ്ടു നടക്കുക എന്നത്. ഞാൻ പറയുന്ന ഒരു അഭിപ്രായം അനുസരിച്ച് അത് മതമാണെന്ന് കരുതി ജനങ്ങൾ അത് കൊണ്ടു നടക്കുക. അങ്ങനെ അല്ലാഹു പറഞ്ഞതും ദീന്, ഞാൻ പറഞ്ഞതും ദീന്, അല്ലാഹു ഖുർആനിലൂടെ പഠിപ്പിച്ചതും ദീന്, ഒരു വിഭാഗത്തിന്റെ താല്പര്യവും ദീന്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. മറിച്ച് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച, ചരാചരങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച, ദൃശ്യവും അദൃശ്യവും അറിയാവുന്ന, ആകാശഭൂമികളിലുള്ളത് മുഴുവൻ അറിയാവുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് മതത്തിൽ അഭിപ്രായം പറയുവാൻ സ്വാതന്ത്ര്യമുള്ളത്. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ضل ضلالا മുബീനാ. മുഅ്മിനായ ഒരാണിനോ മുഅ്മിനായ ഒരു പെണ്ണിനോ അള്ളാഹുവും റസൂലും ഒരു വിഷയത്തിൽ തീരുമാനം പറഞ്ഞാൽ പിന്നെ അതിൽ സ്വന്തമായ ഒരഭിപ്രായം ഒരു നിലക്കും ഉണ്ടാകുവാൻ പാടില്ല. ഇപ്രകാരം അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണോ പ്രവാചകന്മാരിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നത് അതപ്പടി അങ്ങനെ തന്നെ സ്വീകരിക്കുകയും അതിനെ ദുർവ്യാഖ്യാനിക്കാതിരിക്കുകയും സ്വന്തമായ അഭിപ്രായങ്ങൾ അതിലേക്ക് കടത്തിക്കൂട്ടാതിരിക്കുകയും ചെയ്യുക എന്ന ആശയത്തിനാണ് യഥാർത്ഥത്തിൽ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. കാരണം അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ സുന്നത്തിന്റെ ആളുകൾ എന്നാണ്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ അസ്സുന്നത്തു മാ സന്നഹു റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ ചര്യയാക്കിയതിനാണ് സുന്നത്ത് എന്ന് പറയുന്നത്. വൽ ജമാഅ എന്ന് പറഞ്ഞാലോ അൽ ജമാഅത്തു മത്തഫഖ അലൈഹി അസ്ഹാബു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികൾ ഏതൊരു വിഷയത്തിലാണോ ഇജ്മാഅോടുകൂടി ഒരു കാര്യം തീരുമാനിച്ചിട്ടുള്ളത് ആ ഒരു വിഷയത്തെ സ്വീകരിക്കുകയും പിൻപറ്റുകയും ചെയ്യുന്ന ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ എന്ന് പറയുന്നത്. കാരണം അള്ളാഹുവിന്റെ റസൂലിനാണ് അള്ളാഹു വഹി നൽകിയിട്ടുള്ളത്.
ആ വഹീന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികൾക്ക് എന്തൊരു കാര്യമാണോ പഠിപ്പിച്ചു കൊടുത്തത് അതങ്ങനെ തന്നെ മനസ്സിലാക്കുകയും അതങ്ങനെ തന്നെ ഉൾക്കൊള്ളുകയും അതങ്ങനെ തന്നെ ആചരിക്കുകയും ചെയ്യുക എന്നതാണ് യഥാർത്ഥ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസാഇൽ ഇങ്ങനെ പറഞ്ഞത്, വമൻ യുശാഖിഖിർ റസൂല മിൻ ബാദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ. ആദർശം എന്താണ് എന്ന്, ഹിദായത്ത് എന്താണ് എന്ന് പ്രവാചകനിലൂടെ പഠിച്ചതിന് ശേഷം ആരെങ്കിലും അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തിനെതിരിൽ പ്രവർത്തിച്ചാൽ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനുകളുടേതല്ലാത്ത മാർഗം സ്വീകരിക്കുകയും ചെയ്താൽ, ഇവിടെ മുഅ്മിനുകളായ ആളുകൾ എന്ന് ഈ ആയത്ത് അവതരിക്കുമ്പോൾ ആരെക്കുറിച്ചായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? അത് സംശയമില്ല മഹാന്മാരായ സ്വഹാബികളെ കുറിച്ചാണ് ഈ ആയത്ത് പറയുന്നത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും മഹാന്മാരായ സ്വഹാബികൾ സ്വീകരിച്ച മാർഗവും അതിനപ്പുറത്തുള്ള ഒരു വഴി ആര് സ്വീകരിച്ചാലും അവൻ തിരഞ്ഞെടുത്തേക്ക് നാം അവനെ തിരിച്ചുവിടും, അവൻ നരകത്തിൽ പ്രവേശിക്കേണ്ടി വരും, കത്തിയെരിയേണ്ടി വരും എന്നാണ് ഈ ആയത്ത് യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്തിന്റെ വ്യാഖ്യാനം എന്നോണം അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇന്ന ബനി ഇസ്രായീൽ ഇഫ്തറഖു അലാ 71 മില്ല. ബനു ഇസ്രായേലുകൾ അവർ 71 കക്ഷികളായി പിരിഞ്ഞു. മറ്റൊരു റിവായത്തിൽ 72 കക്ഷികളായി നസ്രാണികളും പിരിഞ്ഞു എന്നുണ്ട്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വതഫ്തരിഖു ഉമ്മതി അലാ 73 മില്ല കുല്ലുഹാ ഫിന്നാർ ഇല്ലാ മില്ലതൻ വാഹിദ. എന്നാൽ എൻ്റെ ഉമ്മത്ത് 73 കക്ഷികളായി പിരിയും, എല്ലാവരും നരകത്തിലായിരിക്കും, ഒരു മില്ലത്ത് മാത്രമേ സ്വർഗത്തിൽ പോവുകയുള്ളൂ. വല്ലാത്ത ഒരു വാക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചത്. സമൂഹത്തോട് കാരുണ്യമുള്ളവനാണ് അള്ളാഹുവിന്റെ റസൂൽ. ഈ ഉമ്മത്ത് എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കണം എന്നാഗ്രഹിക്കുന്ന ആളുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ യാഥാർത്ഥ്യം പോലെ പറയാതിരിക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകന് നിർവാഹമില്ലല്ലോ. അതുകൊണ്ട് എല്ലാ ആളുകളും സ്വർഗത്തിൽ, ഒരു വിഭാഗം മാത്രമേ നരകത്തിൽ പോകൂ എന്ന് പറയാതെ എല്ലാ വിഭാഗങ്ങളും അതിൽ നരകത്തിലായിരിക്കും, ഒരു വിഭാഗത്തിന് മാത്രമേ സ്വർഗത്തിൽ പോവാൻ സാധിക്കുകയുള്ളൂ. ആരാണ് ആ വിഭാഗം എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്വഭാവത്തിന്റെ പേരാണ് പറഞ്ഞത്. ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞില്ല, ഒരു വിഭാഗത്തിന്റെ പേര് പറഞ്ഞില്ല, ഒരു സ്വഭാവത്തിന്റെ പേരാണ് പറഞ്ഞത്. എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു മില്ലത്താണോ പിൻപറ്റിയത് അതേ രൂപത്തിൽ അഖീദ ഉൾക്കൊള്ളുന്ന, അതേ രൂപത്തിൽ ആചാര അനുഷ്ഠാന സ്വഭാവ മര്യാദകൾ സ്വീകരിക്കുന്ന വിഭാഗങ്ങൾ ആരാണോ അവർ മാത്രമായിരിക്കും സ്വർഗത്തിൽ. എന്നാൽ പ്രവാചകന്റെ ചര്യയിൽ നിന്ന് വ്യത്യസ്തമായി, അഥവാ സുന്നത്തിൽ നിന്ന് വ്യത്യസ്തമായി, സ്വഹാബികളുടെ മാതൃകയിൽ നിന്ന് വ്യത്യസ്തമായി, അഥവാ മൻഹജു സലഫിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മാർഗം ആരു സ്വീകരിച്ചാലും അത് നരകത്തിലേക്കുള്ള മാർഗമായിരിക്കും എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല അത് തന്നെയാണ് ഇഫ്തിറാഖിന്റെ അടയാളം എന്ന്, ഭിന്നതയുടെ അടയാളമെന്ന്, ഇഖ്തിലാഫിന്റെ അടയാളമെന്ന്, ഷിഖാഖിന്റെ അടയാളമെന്ന് സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ വഇൻ തവല്ലൗ ഫഇന്നമാ ഹും ഫീ ഷിഖാഖ്. സ്വഹാബികൾ വിശ്വസിച്ചതുപോലെ നിങ്ങളെല്ലാവരും വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ഹിദായത്ത് ലഭിക്കും. എന്നാൽ ആ ഒരു വഴിയിൽ നിന്ന്, സ്വഹാബികളുടെ മൻഹജിൽ നിന്ന്, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ മൻഹജിൽ നിന്ന് ആര് തെറ്റിയോ ഫഇന്നമാ ഹും ഫീ ഷിഖാഖ്, അവരാണ് യഥാർത്ഥത്തിൽ ഭിന്നതയുടെ ആളുകൾ. അവർ തീർച്ചയായും ഭിന്നതയിൽ തന്നെ ആയിരിക്കും, ഒരിക്കലും അവർ ഐക്യത്തിലായിരിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലൂടെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നാം മനസ്സിലാക്കുക, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റഹ്മാനായ റബ്ബ് എന്തൊരു മതമാണോ നമുക്ക് നൽകിയത്, ആ മതത്തെ അങ്ങനെ തന്നെ പ്രവാചകനിലൂടെ, വേദഗ്രന്ഥത്തിലൂടെ, സ്വഹാബികളിലൂടെ പഠിച്ചു മനസ്സിലാക്കി ആചരിക്കുന്ന രീതിശാസ്ത്രത്തിനാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. അതിൽ നിന്നുള്ള ഏതൊരു വ്യതിയാനവും, അഖീദയിലും മൻഹജിലുമുള്ള ഏതൊരു വ്യതിയാനവും ഈ ഒരു
കൃത്യമായ മാർഗത്തിൽ നിന്നുള്ള വ്യതിചലനമായി തീരുകയും അത് നരകത്തിലേക്കുള്ള പാതയൊരുക്കാൻ അത് കാരണമായി തീരുകയും ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങൾ വഴിതെറ്റിപ്പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം സുന്നത്തിന് അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾക്കും സ്വഹാബികളുടെ ധാരണകൾക്കും അഥവാ സ്വഹാബികൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്ത ധാരണകൾക്കും വിരുദ്ധമായി സ്വന്തമായ അഭിപ്രായങ്ങൾക്കും നിഗമനങ്ങൾക്കും സ്ഥാനം നൽകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. മഹാനായ മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇസ്ലാമിക സമൂഹത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങൾ വ്യത്യസ്ത കക്ഷികളായി പിരിയും എന്ന് പറഞ്ഞെടുത്ത് അദ്ദേഹം ഒരു വാചകം കൂട്ടിച്ചേർത്തു. അഥവാ അഹ്വാഇന്റെ ആളുകൾ, സ്വന്തം ഹവയുടെ ആളുകൾ, സ്വന്തം ഇഷ്ടപ്രകാരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ, സ്വന്തം ബുദ്ധിക്കനുസരിച്ച് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ എന്ന് ആ ഹദീസിന്റെ ലഫ്ളിൽ പ്രത്യേകമായി ചേർക്കപ്പെട്ടിട്ടുണ്ട്. നസ്രാനികൾ 72 കക്ഷികളായി പിരിഞ്ഞു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലും സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയും പറയുന്നു. അവിടെ അവരുടെ മില്ലത്തിനെ കുറിച്ച് പറയവേ അല്ലാഹു ഇങ്ങനെ പറഞ്ഞത് നമുക്ക് കാണാം. വലൻ തർദ അൻകൽ യഹൂദു വലൻ നസാറ ഹത്താ തത്തബിഅ മില്ലതഹും ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ വലഇൻ ഇത്തബഅത അഹ്വാഅഹും ബഅദല്ലദീ ജാഅക മിനൽ ഇൽം. യഹൂദരും ക്രിസ്ത്യാനികളും നിങ്ങൾ അവരുടെ മില്ലത്ത് പിൻപറ്റുന്നത് വരെ തൃപ്തിപ്പെടുകയില്ല. ആ മില്ലത്തിനെ കുറിച്ച് പിന്നെ അല്ലാഹു പറഞ്ഞത് അഹ്വാഅഹും, അവരുടെ തന്നിഷ്ടങ്ങൾ എന്നാണ്. സ്വന്തം ഇഷ്ടപ്രകാരം ദീനിനെ വ്യാഖ്യാനിക്കുക, സ്വന്തം ബുദ്ധി അനുസരിച്ച് ദീനിനെ വ്യാഖ്യാനിക്കുക, ഖുർആനിനെയും ഹദീസിനെയും സലഫുസ് സാലിഹ്യങ്ങൾ മനസ്സിലാക്കിയ ആശയങ്ങളെയും അവനവന്റെ അഭിപ്രായത്തിനനുസരിച്ച് തള്ളുകയോ കൊള്ളുകയോ ചെയ്യുക എന്ന നിലപാട്, അതാണ് അവർ ഭിന്നിച്ചു പോകാനുള്ള കാരണം എന്ന് പരിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസുകളും തെളിയിക്കുന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരു വിഷയത്തിലുള്ള അഭിപ്രായം പറയുവാൻ വേണ്ടി പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിന്റെ വഫാക്കിഹതൻ വഅബ്ബ എന്നതിലെ അബ്ബ് എന്നതിന്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അയ്യു അർദിൻ തുഖില്ലുനി വഅയ്യു സമാഇൻ തുളില്ലുനി ഇദാ ഖുൽതു ഫീ കിതാബില്ലാഹി മാ ലാ അഅലം. ഏത് ഭൂമിയാണ് എന്നെ താങ്ങുക, ഏത് ആകാശമാണ് എനിക്ക് തണൽ നൽകുക, അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ അറിവില്ലാതെ ഒരു വിഷയം ഞാൻ പറഞ്ഞാൽ ഏതാകാശമാണ് ഏത് ഭൂമിയാണ് എന്നെ താങ്ങുക എന്ന് അദ്ദേഹം ചോദിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഒരു റിവായത്തിൽ ഇങ്ങനെ കൂടി വന്നിട്ടുണ്ട്. എന്താണത്? ഇദാ അന ഖുൽതു ഫീ ആയത്തിൻ മിൻ കിതാബില്ലാഹ് ബിഗൈരി മാ അറാദല്ലാഹു സുബ്ഹാനഹു വ തആല ബിഹാ. അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ അല്ലാഹു ഉദ്ദേശിക്കാത്ത ഒരു മുറാദ് ഞാൻ എങ്ങനെ പറയും? അല്ലാഹു ഒരു ആയത്തിൽ എന്ത് മുറാദാണോ പറഞ്ഞത് ആ മുറാദിന് വിരുദ്ധമായി ആ ആയത്തോതിയിട്ട് ഞാൻ എങ്ങനെയാണ് പറയുക? ഓതുന്നത് ശരിയായ ആയത്തായിരിക്കും, പറയുന്നത് ശരിയായ ഹദീസായിരിക്കും, പക്ഷേ അതിന്റെ മുറാദ് അല്ലെങ്കിൽ അതിന്റെ വ്യാഖ്യാനം പറയുന്നിടത്ത് ആയത്തിന്നതാണ്, പക്ഷെ വ്യാഖ്യാനം ഇങ്ങനെയാണ്, ഹദീസ് എന്നതാണ്, എന്നാൽ വ്യാഖ്യാനം ഇങ്ങനെയാണ് എന്ന് ഞാൻ എങ്ങനെ പറയും? അങ്ങനെ ഞാൻ പറഞ്ഞാൽ ഏത് ഭൂമി എന്നെ താങ്ങും, ഏത് ആകാശം എനിക്ക് തണൽ നൽകും എന്നാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹു തആല, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി തആല അലൈഹി പറഞ്ഞതായി അഖീദയുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. ആമന്നാ ബില്ലാഹി വബിമാ ജാഅ അനില്ലാഹി അലാ മുറാദില്ലാഹി വആമന്നാ ബിറസൂലില്ലാഹി വബിമാ ജാഅ റസൂലില്ലാഹി അലാ മുറാദി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, അതുപോലെ തന്നെ അല്ലാഹുവിൽ നിന്ന് വന്ന എല്ലാ ആയത്തുകളിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. എങ്ങനെ? അലാ മുറാദില്ലാഹി, അല്ലാഹു എന്തൊരു ഉദ്ദേശത്തിന് വേണ്ടിയാണോ ആ ആയത്തിറക്കിയത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് അവതരിപ്പിച്ചു കൊടുത്തത്, ആ മുറാദിൽ തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ആയത്തിൽ മാത്രമല്ല, അതിന്റെ ഉദ്ദേശത്തിലും അതിന്റെ വ്യാഖ്യാനത്തിലും അതിന്റെ തഅ്വീലിലും ഞങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്ന് ഞങ്ങൾക്ക് എന്താണോ ലഭിച്ചിട്ടുള്ളത്, ആ സുന്നത്തിൽ വന്ന കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ ഏതൊരു മുറാദിന്റെ അടിസ്ഥാനത്തിലാണോ പറഞ്ഞിട്ടുള്ളത്, അതേ മുറാദിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഞങ്ങൾ അത് വിശ്വസിക്കും എന്ന നിലപാടാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട്.